വാസന്തി, നീ മിടുക്കിയ. നിയന്ത്രിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ വിനോദിനൊരു കയ്യപ്തം പറ്റി. വിനോദിന് പണുകള കൂട്ടമാ വരും. ആണ് സിംഗിൾ താ വരും. കണ്ണാടിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് കണ്ണാടി നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. വെളുത്ത കുപ്പായം ഇട്ടിരിക്കുന്ന ഡാഡിയെ മുരുകൻ കണ്ടിട്ടുള്ളൂ. ഡാഡി കറുത്ത കുപ്പായം ഇട്ട കാലന. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ യാത്രയിൽ സംഭവിച്ചിട്ടുള്ള പല രാജ്യങ്ങളിലൂടെ ഞാൻ സഞ്ചരിക്കുമ്പോൾ അവരുടെ സത്യത്തിൽ ഇങ്ങോട്ടേക്കുള്ള ഫോൺ കോൾ കേട്ടപ്പോഴേ എൻ്റെ കർണത്തടിക്കുന്ന പോലെ എനിക്ക് തോന്നിയത്. ഞാൻ ചോദിക്കുന്ന ഉത്തരം നിങ്ങൾ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ ചോദിക്കുന്ന ഉത്തരവും ഞാൻ കൃത്യമായിട്ട് പറയുമെന്ന് ഈ അവസരത്തിൽ നിങ്ങൾക്ക് ഞാൻ മൊട്ടെ പൊന്നെ പിണങ്ങല്ലേ എന്തു കുറ്റം ചെയ്തു ഞാൻ. എന്റെ പൊടി സാറേ, എനിക്കറിയത്തില്ല സാറേ, സത്യമായിട്ട് ആ സാറ് ചതിച്ചതാ. ചോര വീണ മണ്ണിൽ നിന്നുയർന്നു വന്ന പൂമരം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഇതിൽ ഒരു പാർട്ടിയുടെ അതെ, നിങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ സുട്ടിക്കറങ്ങി സാടിയില്ലേ, അത് എനിക്ക് ரொம்ப ഇഷ്ടമായിട്ട് വിട്ടുണ്ട്. അടിപൊളിയായിട്ടുള്ളൂ. പഠിപ്പിക്കുന്ന സാറന്മാരാകുമ്പോൾ ചിലപ്പോൾ കയ്യോ കാലോ തട്ടിന്നോ മൂട്ടിന്നൊക്കെ ഇരിക്കും. അതിനൊക്കെ മറ്റേ അർത്ഥം കണ്ടുവെച്ച് കൂട്ടാ. ഈ പറയുന്ന രാത്രി 8 മണിക്ക് ജനറേറ്റർ റൂമിൻ്റെ അടുത്ത് സൂര എന്തിനു പോയി സാറേ? ഈ ജയിൽ പുള്ളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 പേരെ എടുത്തു കഴിഞ്ഞാൽ അതിൽ 99 പേരും അവരവരുടെ മേഖലകളിൽ കഴിവ് മീശമാധവൻ പേര് കൊള്ളാം. പിള്ളേച്ച ഇങ്ങനെയാണ് ഒരു പ്രതിയെ ചോദ്യം ചെയ്തത്. ഞാൻ ഈ ഇടവപ്പള്ളിയിൽ വികാരിയായിട്ട് വർഷം 16ആയി. ഈ 16 വർഷക്കാലവും പള്ളിപ്പാൻ്റെ തോറ്റത്തിന്. എടാ മാമച്ച, സത്യമായിട്ട് നീ എന്താണ് അവിടെ ഉണ്ടായെന്ന് പറയാൽ ഞാൻ ഈ കാര്യത്തിനൊരു തീരുമാനം ഉണ്ടാക്കാം. അല്ലേ മോനെ? ഇവിടെ വന്നപ്പോൾ എനിക്കധികമായ സന്തോഷം തോന്നിയ വളരെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് സത്യം പറഞ്ഞത് ഞങ്ങൾക്ക് ഒരു കാര്യത്തിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കാര്യത്തിൽ റൈറ്റ് ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ നിങ്ങളൊക്കെ കാണാൻ കഴിഞ്ഞതിലധികം സന്തോഷമുണ്ട്. ഇന്ത്യയിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായത് ഒരൊറ്റ കാര്യം നോക്കുക. ഇന്ത്യ ഇസ് മൈ കൺട്രി, ഓൾ ഇന്ത്യ. സത്യം പറഞ്ഞ എല്ലാ കുടുംബം എന്ന് പറയുമ്പോൾ എന്താണ്? കുടുംബം ഇമ്പം ഉള്ളതാണ് കുടുംബം. ഞങ്ങൾ പാലക്കാർ കോഴ മേടിച്ചു എന്ന് പറയുന്നത് ഞങ്ങൾ ആരോടാ കോഴ മേടിച്ച്? എടാ കഴിവേറിക്ക മകനെ, ഇതുപോലെ കോട പിടിച്ച് നടന്ന പലരും ഇന്ന് കേന്ദ്രമന്ത്രിമാര് കണ്ണുനട്ട് കാത്തിരുന്നിട്ടും എൻ്റെ കരളിലെ കൂട്ടാ. ഇതെന്നതായി പാടി വെച്ചേക്കുന്നേ? സത്യം മോന്റെ പല സംഗതികളും കാണുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? ചെറിയമ്മാവനും വലിയമ്മാവനും കൂടി ഇവിടെ കിടന്ന് അമ്മുവിന്റെ വിവാഹം നടത്തുവാൻ ഓടി. കൃഷ്ണ, ഇത് ഞാനാടാ ഗംഗയുടെ ഗംഗ.